സ്വാമി ശീല പ്രഭുപാദന്റെ അദ്ദേഹം സന്യാസം സ്വീകരിച്ച അതിൻ്റെ വാർഷികമാണ്. മാത്രമല്ല ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണ്, ഭദ്രപൂർണിമ. ഈ 2 ദിവസങ്ങൾ 2 വിശിഷ്ടമായ കാര്യങ്ങൾ ഒരു ദിവസത്തിൽ ഒത്തുചേർന്ന്, അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടി. നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 30 മിനിറ്റ്സ്, ഒരു 7:50 വരെ നമ്മൾ ഭാഗവതത്തെക്കുറിച്ചും ശീല പ്രഭുപാദൻ്റെ സന്യാസാശ്രമത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചതിന് ശേഷം ഭാഗവതം ചിലർ കൊടുക്കാനായിട്ടുള്ളത്, അപ്പോൾ അത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ലഘുവായിട്ടുള്ള പ്രസാദം കഴിച്ച് പിരിയുക എന്നുള്ളതാണ്. 8 മണിയാകുമ്പോൾ പ്രോഗ്രാം ഉണ്ട്. അപ്പം ആദ്യം നമുക്ക് ശീല പ്രഭുപാദൻ്റെ സന്യാസം, അതിനെക്കുറിച്ച് പറയാം. 1959 സെപ്റ്റംബർ 17-ാം തീയതിയാണ് ശീല പ്രഭുപാദ സന്യാസം സ്വീകരിച്ചു. പുതുതായിട്ട് വരുന്നവർക്ക് ശീല പ്രഭുപാദ ആരെന്ന് അറിയണമെങ്കിൽ നമ്മുടെ തൊട്ട് പുറകിൽ ആ മൂർത്തി വെച്ചിട്ടുണ്ട്. SC ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ, ഇസ്ലാമിന്റെ ഫോമറാചാര്യൻ. ശീല പ്രഭുപാദന്റെ സന്യാസാശ്രമവും ഈ ഭദ്രപൂർണിമയും നമുക്ക് അതിന് ഒരു കണക്ഷൻ ഉണ്ടാവും. കണക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ശീല പ്രഭുപാദ അദ്ദേഹത്തിൻ്റെ ഗുരു അദ്ദേഹത്തിനോട് പറഞ്ഞത്, അദ്ദേഹം വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു അദ്ദേഹത്തിനോട് പറഞ്ഞത് ഇംഗ്ലീഷ് ഭാഷയിൽ കൃഷ്ണബോധം, ഈശ്വരനെ കുറിച്ചുള്ള വിശ്വാസം ലോകമെമ്പാടും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ശീല പ്രഭുപാദ തൻ്റെ ഗൃഹസ്ഥ ആശ്രമ സമയത്ത് അദ്ദേഹം ഒരു ഫാർമസി കമ്പനി അതിൻ്റെ ഉടമസ്ഥനായിരുന്നു. ആദ്യം അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു, പിന്നെ ഒരു ഫാർമസി കമ്പനി ഉടമസ്ഥനായി. ഇനിഷ്യലി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ക്രമേണ അദ്ദേഹത്തിൻ്റെ ബിസിനസ് നഷ്ടത്തിലേക്ക് വന്നു തുടങ്ങി. ആദ്യമൊക്കെ കമ്പനി ഇരിക്കുന്ന സ്ഥലത്തുള്ള റെന്റ് അത് പേ ചെയ്യാനായിട്ട് ഡിലേ വന്നു തുടങ്ങി. ക്രമേണ അദ്ദേഹത്തിന് അതിനകത്തുള്ള വർക്കേഴ്സിന് സാലറി കൊടുക്കാൻ കൂടി ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹം മാക്സിമം ശ്രമിക്കുമായിരുന്നു. പ്രഭുപാദ ശ്രമിച്ചില്ല എന്നല്ല, പ്രഭുപാദ ആ കമ്പനി ബിസിനസ് നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകാനായിട്ട് മാക്സിമം അവർ ശ്രമിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ശീല പ്രഭുപാദ ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജൻ, അതിന് തൊട്ട് മുമ്പേ തന്നെ ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജൻ 1922 കാണുകയും 1933 ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജൻ സമാധിയാവുകയും ചെയ്തു. അപ്പോൾ 1922 കണ്ടതിന് ശേഷം തന്നെ പ്രഭുപാദന് നിർദ്ദേശം കൊടുത്തിരുന്നു, ഈ ഇംഗ്ലീഷ് ഭാഷയിൽ ലോകമെമ്പാടും കൃഷ്ണബോധം പ്രചരിപ്പിക്കണം. പിന്നെ 11 വർഷം കഴിഞ്ഞ് മഹാരാജ് അതിൻ്റെ ഗുരു സമാധിയാവുന്നതിന് തൊട്ട് മുമ്പ് ഇതേ നിർദ്ദേശം തന്നെയാണ് ശീല പ്രഭുപാദിന് കൊടുത്തത്. അപ്പോൾ പ്രഭുപാദ അപ്പം തന്നെ ആ നിർദ്ദേശം എൻ്റെ ഹൃദയത്തിലേക്ക് എടുക്കുകയാണ് ചെയ്തത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സ്പിരിച്വൽ മാസ്റ്റേഴ്സിൻ്റെ വേർഡ്സ് അവർ ലൈഫ് ആൻഡ് സോൾ ആയിട്ട് എടുക്കണം എന്നുള്ളത്. അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കരുതണം ആത്മീയ ഗുരുവിൻ്റെ നിർദ്ദേശം. അങ്ങനെ തന്നെ ശീല പ്രഭുപാദ ആ നിർദ്ദേശങ്ങൾ പാലിക്കാനായി ശ്രമിച്ചു. അദ്ദേഹം തുടക്കത്തിൽ ചെയ്തത് ബാക്ക് ടു ഗോഡ് മാഗസിൻസ് എഴുതുകയായിരുന്നു. മാഗസിൻസ് എഴുതി. അപ്പം അദ്ദേഹം അദ്ദേഹം തന്നെ അതിൻ്റെ പേപ്പർ സമയത്ത് ഈ പേപ്പറിനൊക്കെ വളരെ ഷോർട്ടേജ് ആയിരുന്നു. ഷോർട്ടേജുള്ള സമയത്ത് അദ്ദേഹം തന്നെ പോയി പേപ്പർ മേടിച്ച് പ്രിന്റ് ചെയ്ത് അദ്ദേഹം തന്നെയായിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ആളെ ചോദിച്ചു, ഈ മാഗസിൻസ് ഒക്കെ ആരെങ്കിലും വായിച്ചിട്ട് അത് അവിടെ കളയും, നമുക്ക് ബുക്സ് എഴുതി കൂടെ ചോദിച്ചു. അപ്പോഴാണ്
മോശമായിട്ടായിട്ട് അതിന് പല രീതിയിൽ ഇത് ചെയ്തു. 15 ഇയേഴ്സിന് മുമ്പ് 1935 സമയത്താണ് പ്രയാഗ് ഫാർമസി തുടങ്ങുന്നത് അലഹബാദ്. അത് ഫെയിലായി. അതിനുശേഷം വീണ്ടും അദ്ദേഹം അലഹബാദിൽ പോകുന്നത്. ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തിൻ്റെ എൻ്റെ പറയുന്ന അലഹബാദിലാണ്. വീണ്ടും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ബിസിനസ് ജനറേറ്റ് ചെയ്യാനായിട്ട്. അപ്പം അന്നൊക്കെ പ്രഭുപാദിൻ്റെ ഒരു സർവൻ്റായിട്ട് നിന്ന ഒരാളാണ് ഗൗരങ്ക എന്ന് പറഞ്ഞത്. അപ്പം അദ്ദേഹം ഞാൻ വന്ന് സഹായിക്കാൻ ഞാൻ വരാമെന്ന് പറയുമ്പോൾ പ്രഭുപാദിന് അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് പ്രഭുപാദ് വന്നു, ഇപ്പം നീ വരണ്ട, എങ്ങനെയും ഈ ബിസിനസ് ഒന്നും സക്സസ് ആയിട്ട് ഞാൻ വരാം. ആ സമയത്താണ് പ്രഭുപാദ് ഫസ്റ്റ് ഡ്രീമിൽ ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജനെ കാണുന്നത്. ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജൻ പറഞ്ഞു, നീ സന്യാസം എടുക്കും. പ്രഭുപാദിന് അപ്പോഴുള്ള ഒരു ഷോക്കായിട്ടാണ് അനുഭവപ്പെട്ടത്. എങ്ങനെയും ബിസിനസ് റിജുവിനേറ്റ് ചെയ്ത് ഗൃഹസ്ഥാശ്രമം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഗുരു വന്നിട്ട് പറയുകയാണ് ഈ സന്യാസം എടുക്കുന്നത്. അങ്ങനെ 2-3 വട്ടമായി കഴിയുമ്പോഴത്തേക്ക് പ്രഭുപാദ് ഏകദേശം ഒരു വാനപ്രസ്ഥ സ്റ്റേജിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നെ വീടുമായിട്ട് അത്ര ഇതില്ലാതെ വൃന്ദാവനത്തിൽ പോയി നിൽക്കുകയാണ് പ്രഭുപാദ് ചെയ്തത്. പക്ഷെ വൃന്ദാവനത്തിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഈ ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജൻ്റെ ഡ്രീമിൽ വന്നിട്ട് എന്നെ ഫോളോ ചെയ്യുക. അതാണ് ലാസ്റ്റ് ഡ്രീം. എന്നെ ഫോളോ ചെയ്യുക, സന്യാസനൊക്കെ ഫോളോ ചെയ്യും. പ്രഭുപാദിനെ കുറിച്ച് ശരിക്കും ആലോചിക്കാനായിട്ട് പറയും. ഇത് എടുക്കുന്ന സന്യാസം എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാനായിട്ട് പ്രഭുപാദ് പറയും. അപ്പം അതിന് പ്രഭുപാദ് ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു സന്യാസം എടുത്തത് എന്നുള്ള കാര്യം പ്രഭുപാദ് ചിന്തിച്ചു. ചൈതന്യ മഹാപ്രഭു ഭഗവാൻ തന്നെയാണ് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ആ നിർദ്ദേശങ്ങളെ പലരും ഒരു ലഘുവായിട്ടായിരുന്നു എടുത്തത്, ഒരു വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ചൈതന്യ മഹാപ്രഭു അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ചൈതന്യ മഹാപ്രഭു മനസ്സിലാക്കി, ഞാൻ ഗൃഹസ്ഥ ആ ഒരു നിലയിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവർ എടുക്കാത്തത്, സീരിയസ് ആയിട്ട് എടുക്കാത്തത്. അതുകൊണ്ട് പ്രഭുപാദ് പ്രീച്ചിങ് മിഷൻ ശരിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരാൾ ഡിറ്റാച്ച്ഡ് ആകുന്ന സന്യാസിയായാലാണ് അത് സാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജ്യേഷ്ഠനാണ് വിശ്വരൂപ. വിശ്വരൂപ സന്യാസം എടുത്തത് ഈ ഭദ്രഭൂമിയുടെ അവസ്ഥയിലാണ്. അപ്പം അങ്ങനെ ചിന്തിച്ചാണ് ചൈതന്യ മഹാപ്രഭു എഴുതുന്നത്. നമുക്കൊരു ഉദാഹരണം, നമ്മളൊരു ഗൃഹസ്ഥാദേശത്തിലിരുന്ന് ഒരു കാര്യം നിർദ്ദേശിച്ചു കൊടുക്കും. സെയിം ഒരു സന്യാസി രണ്ടുമായിട്ട് ഇരുന്ന് നിർദ്ദേശിച്ചു കൊടുക്കുമ്പോൾ സെയിം ഇൻസ്ട്രക്ഷൻ ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ കൊടുക്കുന്നതിൻ്റെക്കാട്ടും വില ആ വ്യക്തി കൊടുക്കും. ഇപ്പം നമ്മൾ ഞാനിവിടെ ഇരുന്ന് പറയുന്നത് 16 മാല ജപിക്കണം, ഒരു സന്യാസി ഇവിടെ ഇരുന്ന് പറയുന്നത് നീ 16 മാല ജപിക്കണം. അതിന് വ്യത്യാസം ഉണ്ടാവും. സെയിം ഇൻസ്ട്രക്ഷനാണ്, പക്ഷെ അതിന് വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മൾ പറയുന്നത് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും മെറ്റീരിയൽ ലാഭം ഉണ്ടോ എന്ന് അവർ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷെ ഇദ്ദേഹം ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാതെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് എന്നുള്ള ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് പൊതുവേ സമൂഹത്തിൽ എമ്പാടും ആ ഒരു ഡിറ്റാച്ച്ഡ് പേഴ്സൺസിന് എപ്പോഴും വിലയുണ്ടാവും. അപ്പം പ്രഭുപാദിനോട് അതുകൊണ്ടാണ്, അതാണ് പ്രഭുപാദ് ചിന്തിക്കാൻ കാരണം. ഞാനൊരു പ്രീച്ചിങ് മിഷൻ്റെ ഹെഡാകണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് പ്രീച്ചിങ് മിഷൻ അഡ്വാൻസ് ചെയ്യണമെങ്കിൽ എനിക്ക് സന്യാസം സ്വീകരിക്കണമെന്ന്. പിന്നെ ആദ്യം പ്രഭുപാദ് ഫസ്റ്റ് പോയത് ചൈതന്യ മഠത്തിലേക്കാണ്. ആദ്യം ഗൗഡി മഠം ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജന് ശേഷം സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്തത്. ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജൻ്റെ ഇത് സ്പ്ലിറ്റായി പോവുകയാണ് ചെയ്തത്. കാരണം ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജ് GPCA വേണമെന്ന് പറഞ്ഞ പക്ഷേ ആരും ഫോളോ ചെയ്തില്ല. അദ്ദേഹം ഭക്തിസിദ്ധാന്ത അതിനുമുമ്പ് പോവുകയും പിന്നെ ലിറ്റിഗേഷനുകളൊക്കെ വന്നിട്ട് ഈ ഗൗഡി മഠം സ്പ്ലിറ്റായി പോകും. ഗൗഡി മഠം എന്നുള്ളൊരു ഐഡൻറ്റിറ്റി ഇല്ലാതെ മാറുകയും ചെയ്തു. അങ്ങനെ മെയിനായിട്ട് ഉള്ള ആ പ്രോപ്പർട്ടീസൊക്കെ വന്നത് ചൈതന്യ മഠമാണ്. ചൈതന്യ മഠം എന്ന് പറഞ്ഞാൽ ഭക്തിവിലാസ് തീർത്ഥ മഹാരാജൻ്റെ ചൈതന്യ മഠമാണ്. അപ്പോൾ പ്രഭുപാദ് ആദ്യം സന്യാസം എടുക്കണം എന്ന് വിചാരിച്ചപ്പോൾ ആദ്യം ഭക്തിവിലാസ് തീർത്ഥ മഹാരാജനെയാണ് സമീപിച്ചത്. ചെന്നിട്ട് ഇങ്ങനെ ലെറ്റർ എഴുതി വെച്ചത്, ഇങ്ങനെ എനിക്ക് സന്യാസം എടുക്കാനുണ്ട്. അപ്പോൾ ഭക്തിവിലാസ് തീർത്ഥ മഹാരാജ് ആദ്യം പറഞ്ഞത് അല്ല, പ്രഭുപാദ്
ജീവിച്ചിരിക്കുമ്പോഴും നിർദ്ദേശം തന്നു, സ്വപ്നത്തിലൂടെയും ഒന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷെ തീർത്ഥ മഹാരാജന്റെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യം ഈ മഠത്തിൽ ജോയിൻ ചെയ്യും, പ്രഭുപാദിനകത്ത് ജോയിൻ ചെയ്യും. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ വിദേശത്ത് അയക്കാം, അദ്ദേഹത്തിൻ്റെ ബുക്സ് പ്രിന്റ് ചെയ്യുന്ന കാര്യത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അയക്കാം. ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നില്ല ഭക്തിവിലാസ് തീർത്ഥ മഹാരാജൻ. അദ്ദേഹത്തിന് ഇവിടെ വരും, പ്രഭുപാദ് നോക്കിയപ്പോൾ അവർക്കും ആ ഒരു ഫിനാൻഷ്യൽ പ്രൊഫഷൻ ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ഗ്യാരണ്ടി കൊടുക്കാനൊന്നും പറ്റാത്തത്. അപ്പം അങ്ങനെ ആ സന്ദർഭത്തിലാണ് ശീല പ്രഭുപാദ് കേശവ മഹാരാജൻ, ഭക്തിപ്രജ്ഞ കേശവ മഹാരാജനെ കാണാനായിട്ട് പോകും. മധുരയിൽ കേശവജി മഠത്തില് ഭക്തിപ്രജ്ഞ കേശവ മഹാരാജനെ കാണാനായിട്ട് പ്രഭുപാദ് പോകും. പക്ഷെ കേശവ മഹാരാജൻ ഇമീഡിയറ്റ്ലി നീ സന്യാസം എടുക്കുന്നത്, അദ്ദേഹം വാനപ്രസ്ഥനാണ് എങ്കിലും പ്രഭുപാദിന് ആ ഒരു ഇപ്പം എടുക്കണം, ഇപ്പം ഉടനെ എടുക്കണം എന്നുള്ളത് പ്രഭുപാദിനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഗുരു പറയുമ്പോൾ ഇൻസിസ്റ്റ് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മൾ പ്രീച്ചിങ് മിഷൻ്റെ ഹെഡായിട്ടിരിക്കണമെങ്കിൽ സന്യാസം എടുത്താലേ അത് സാധിക്കുള്ളൂ. യേശുമാരാണ് ഡിറ്റാച്ച്ഡ് പേഴ്സണെ ആൾക്കാർ ഫോളോ ചെയ്യാൻ ഇത് കാണിക്കുള്ളൂ. അഫ്കോഴ്സ് ഒരു ഗൃഹസ്ഥാനേഷം ഇട്ടാലും ഒരു വ്യക്തിക്ക് ഡിറ്റാച്ച്ഡ് ആവും. പക്ഷെ ഒരു സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു റിനോൺസ് സ്കോളർ ഡിറ്റാച്ച്ഡ് ആണ്, അവർക്ക് വേറൊരു ചിന്താഗതിയില്ല, അതുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യും. അതുകൊണ്ട് ഭക്തിപ്രജ്ഞ കേശവമാരാണ് അങ്ങനെ ഇമീഡിയറ്റ്ലി സന്യാസം എടുക്കാനായിട്ട് എൻകറേജ് ചെയ്യാൻ ചെയ്തത്. അങ്ങനെ ശീല പ്രഭുപാദ് 1959 സെപ്റ്റംബർ 17 രാവിലെയാണ് ഈ കേശവജി മഠത്തിൽ വെച്ചിട്ട് ഈ സന്യാസം എടുക്കാനായിട്ട്. രാവിലെ അതിനകത്ത് നാരായണമാരാണ് യജ്ഞമൊക്കെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭക്തിപ്രജ്ഞ കേശവ മഹാരാജൻ്റെ ശിഷ്യനായിട്ടുള്ള നാരായണമാരായ യജ്ഞം ചെയ്തു. പ്രഭുപാദ് ഒരു 90 വയസ്സുള്ള സനാതന എന്ന് പറഞ്ഞൊരു ഒരു 2 പേർക്ക് ഒരുമിച്ചാണ് സന്യാസം കൊടുത്തത്. അപ്പോൾ പ്രഭുപാദ് അവിടെ പുതിയ തണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. പ്രഭുപാദ് ആവശ്യം മാറ്റി വരുന്ന ഇത് ചെയ്തു. ഭക്തിപ്രജ്ഞ കേശവനാണ് ലെക്ചർ കൊടുത്തു. ഇങ്ങനെ പക്ഷെ അതിൻ്റെ ഒരു അത്ഭുതം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ദീക്ഷ എടുക്കുമ്പോൾ നമ്മുടെ ഗുരു നമുക്ക് ഇതിനെക്കുറിച്ച് യമനിയമങ്ങളെക്കുറിച്ചും ഈ നാമാപരാധങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് പെട്ടെന്ന് നമ്മളോട് പറയാനായിട്ട് പറയും, നമ്മളോട് ലെക്ചർ കൊടുക്കും. പക്ഷെ ഭക്തിപ്രജ്ഞ കേശവന് പ്രഭുപാദിനോട് ലെക്ചർ കൊടുക്കാറുണ്ട്. പ്രഭുപാദ് അവിടെ ദീക്ഷയ്ക്ക് വേണ്ടി ഇരിക്കുകയാണ്, പക്ഷെ പ്രഭുപാദിനോട് ലെക്ചർ കൊടുക്കാൻ പറഞ്ഞു. പ്രഭുപാദ് നോക്കിയപ്പോഴത്തേന് അത് വലിയ പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ മഠത്തിലെ കുറച്ച് അന്തേവാസികളൊക്കെയാണ് ഉള്ളത്, വേറെ പുറത്തൊന്നും ആരുമില്ല. മഠത്തിലെ അന്തേവാസികൾക്ക് ഇംഗ്ലീഷാണ്, പക്ഷെ ഭക്തിപ്രജ്ഞ കേശവ മഹാരാജന് ഇംഗ്ലീഷാണ്. പ്രഭുപാദ് ഹിന്ദിയിൽ പറയാം, ഹിന്ദി നല്ലപോലെ അറിയാം പ്രഭുപാദ്. അപ്പോൾ ഇവർക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ ഹിന്ദി പറയാമെന്ന് പ്രഭുപാദിന് തോന്നി. പക്ഷെ പ്രഭുപാദിനുള്ളിൽ ഞാൻ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് പ്രഭുപാദ് തോന്നുന്നത്. കാരണം അതിന് ഗുരുവിൻ്റെ നിർദ്ദേശം ഇംഗ്ലീഷിൽ പ്രചരണം ചെയ്യുന്നതിനുള്ള ഗുരുവിൻ്റെ നിർദ്ദേശം. ഇങ്ങനെ പ്രഭുപാദ് ഇംഗ്ലീഷിലാണ് ഇത് ഞാൻ കൊടുത്തത്, ഇംഗ്ലീഷിൽ ഇത് ലെക്ചർ കൊടുത്തു. അതിൽ പ്രഭുപാദ് സന്യാസം കിട്ടി. ഭക്തിപ്രജ്ഞ കേശവനാഥൻ പ്രഭുപാദിനെ ഒന്നിനും റെസ്ട്രിക്റ്റ് ചെയ്തത്. ഇത് ചെയ്യും, മഠത്തിൻ്റെ ഈ കാര്യം നോക്കുക, ഈ കാര്യം നോക്കുമെന്ന് പ്രഭുപാദിന് എവിടെ വേണമെങ്കിലും പോകാൻ വരാം, അതിനൊന്നും അദ്ദേഹം തടസ്സമായിട്ട്. അങ്ങനെ പ്രഭുപാദ് സന്യാസം സ്വീകരിച്ചു. ഈ ഒരു ദിവസം ആ ഒരു മഹത്തായ കാര്യങ്ങൾ നടന്നു. പ്രഭുപാദ് സന്യാസം സ്വീകരിച്ചതും ഭദ്രപൂർണിമയിൽ ശ്രീമദ് ഭാഗവതത്തിലെ 12ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്, ഇന്നേ ദിവസം ഏതൊരു വ്യക്തിയാണോ സ്വർണ്ണ സിംഹാസനത്തിൽ ഭാഗവതം വെച്ച് വിതരണം ചെയ്യുന്നത് കൊടുക്കുന്നത് അവർക്ക് മുക്തി ഉറപ്പാണെന്ന് പറയുന്നത്. നമ്മൾ ഇതേപോലെ ശ്രീമദ് ഭാഗവതത്തിനെ സിംഹാസനത്തിൽ എത്തിയിട്ടുണ്ട്. സ്വർണ്ണമാണെന്നുണ്ട് എങ്കിലും നമ്മളാ കഴിയണം, നമ്മുടെ കഴിവിന് പറ്റുന്ന രീതിയിൽ നമ്മൾ ഭാഗവതം എത്തിയിട്ടുണ്ട്. ഈ ഒരു ഭദ്രപൂർണിമ സ്പെഷ്യലായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ കോൺസ്റ്റലേഷൻ വരുമ്പോൾ ഇത് സൂര്യൻ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ വരും എന്നാണ് അതാണ് എൻ്റെ ഒരു ഇത് ഈ ഒരു ദിവസത്തിൽ. അപ്പം എല്ലാ വൈദ്യശാസ്ത്രങ്ങളിലും ശ്രീമദ് ഭാഗവതം അതിൻ്റെ സണ്ണായിട്ടാണ് കരുതുന്നത്.
സൂര്യൻ സിംഹാസനത്തിൽ എങ്ങനെ ഇരിക്കുന്നോ അതേപോലെ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ സ്വർണ്ണ സിംഹാസനത്തിൽ നിന്ന് ഭദ്രപൂർവ്വമാണ്. ഈ ഒരു ദിവസം നമ്മളത് കൊടുക്കുകയോ വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓസ്പീഷ്യസ് ആയിട്ടുള്ള നമുക്ക് തിരിച്ച് പോകാനുള്ള ഒരു അവസരമാണ് നമ്മളത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശ്രീമദ് പ്രഭുപാദ് ഭാഗവതത്തിന് എന്തുമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയപ്പോൾ കൊണ്ടുപോയത് ഭാഗവതമാണ് കൊണ്ടുപോയത്. ഏകദേശം 200ഓളം അദ്ദേഹം ഒരു ഫസ്റ്റ് ക്യാൻഡ് മാത്രമേ ഇന്ത്യയിൽ പോയപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് 3 വോളിയം ബുക്സ് ആയിട്ടാണ്. ഒരു ബ്രൗൺ കളറിലാണ് പുറച്ചട്ടയുള്ള. നമുക്ക് വൃന്ദാവനത്തിൽ പോയി പ്രഭുപാദിന്റെ റൂമിൽ പോകുമ്പോൾ ആ ബുക്ക് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പ്രഭുപാദ് ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ ബ്രൗൺ പുറച്ചട്ടയുള്ള കാരണത്തിലാണ് ഫസ്റ്റ് ക്യാൻഡോടെ 3 വോളിയം പ്രഭുപാദോട് അത് ട്രങ്ക് പെട്ടിയിൽ കപ്പലിൽ കയറ്റി അയക്കുക വെച്ച് 200ഓളം പോകും. നമ്മുടെ ഇവിടെ കൊച്ചിയിൽ നിന്നാണ് ആ ബുക്സ് കയറ്റിയത്, കപ്പലിൽ കയറ്റിയത്. ഭാഗവതം പ്രഭുപാദ് ഏകദേശം പ്രഭുപാദിന് മനസ്സിലായി. പ്രഭുപാദ് നല്ല സ്പീഡിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. പക്ഷെ 2 ക്യാൻഡൊക്കെ അടുത്ത് ആ ഒരു സമയം കുറച്ച് ആയപ്പോൾ പ്രഭുപാദ് മനസ്സിലായി തനിക്ക് 2 ക്യാൻഡോ പൂർത്തിയാക്കാൻ പറ്റുമോ പ്രഭുപാദ് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശ്രീമദ് പ്രഭുപാദ് കൃഷ്ണ ബുക്ക് നമുക്ക് നൽകിയത്. കാരണം പ്രഭുപാദിന് ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ പോകുന്നതിന് മുമ്പ് കൃഷ്ണന്റെ പരമവിഭൂഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ എല്ലാവർക്കും കിട്ടണമെന്ന് പ്രഭുപാദിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് ചിലപ്പോൾ ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് പ്രഭുപാദിന് സംശയമുണ്ട്. അതുകൊണ്ടാണ് പ്രഭുപാദ് ഇത് കൃഷ്ണ ബുക്ക് എഴുതിയത്. കൃഷ്ണൻ ഭാഗവതം നിർത്തി വെച്ചിട്ടാണ്, ഇടയ്ക്ക് വെച്ച് ഭാഗവതം നിർത്തി വെച്ചിട്ടാണ് പ്രഭുപാദ് കൃഷ്ണ ബുക്ക് എഴുതി നൽകുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാൻ പറ്റും എപ്പോഴും പ്രഭുപാദിന്റെ ആ മുൻകൂട്ടിയുള്ള ചിന്ത. അദ്ദേഹം 10ാം സ്കന്ധം 13ാം അധ്യായം വരെ അദ്ദേഹത്തിന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. 10ാം സ്കന്ധത്തിലെ 13ാം അധ്യായം വരെ. ഏകദേശം എനിക്ക് കൃഷ്ണൻ കാവ്യനെ വഹിക്കുന്നതോ ആ ഒരു സ്റ്റേജിൽ തന്നെ അദ്ദേഹത്തിന് പറയാൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് മുൻപ് അദ്ദേഹം സമാധിയാവുക വിചാരിച്ചത്. പക്ഷെ അത് മുൻകൂട്ടി കണ്ട് ആ ഭാഗവതത്തിന്റെ പരമമായ എസൻസ് നമുക്ക് കിട്ടണം എന്നുള്ള ആ ശിലപ്രഭുപാദിന്റെ ആ ഒരു കമ്പാഷനാണ് കൃഷ്ണ ബുക്കായിട്ട്. അതേപോലെ തന്നെ ചൈതന്യ ചെറുതാണെന്ന് തീർക്കുമെന്ന് പ്രഭുപാദിന് സംശയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് പ്രഭുപാദ് ടീച്ചിങ്സ് ഓഫ് ലോഡ് ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ പ്രഭുപാദ് ടീച്ചിങ്സ് ഓഫ് ലോഡ് ചെയ്യുന്നത്. പക്ഷേ അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശ്രീല പ്രഭുപാദിന്റെ കാരുണ്യം, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ശ്രീമദ് ഭാഗവതത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത്രയും ഇതായിട്ടാണ് ശ്രീല പ്രഭുപാദ് ഭാഗവതത്തിനെ കണ്ടിരിക്കുന്നത്. ആചാര്യന്മാരൊക്കെ പറയുന്നത് ഭാഗവതം വീട്ടിൽ വരുന്നത് ഭഗവാൻ വീട്ടിൽ വരുന്നതിന് തുല്യമാണ്. ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പൂനെയിലൊക്കെ ഡിവോട്ടീസ് അവരത് പറയും, ഭാഗവതം വീട്ടിൽ വരികയാണെങ്കിൽ രാധേശ്യാം പ്രഭു വന്നിട്ട് ആ വീട്ടിൽ വന്നിട്ട് അവർ ഭാഗവതം മേടിക്കാന്ന് വെച്ചാൽ അത് അൽത്താറിൽ വെച്ച് ഭംഗിയായിട്ട് അങ്ങനെ വെച്ചിട്ട് രാധേശ്യാം പ്രഭു വന്നിട്ട് ആരതി ചെയ്തോളൂ. അതാണ് ഭാഗവതം മേടിക്കുന്നതിൻ്റെ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ മേടിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ വെച്ച് ഭാഗവതം ഇങ്ങനെ അൽത്താറിൽ റെഡിയാക്കി വയ്ക്കും. രാധേശ്യാം പ്രഭു വന്നിട്ട് അവരുടെ വീട്ടിൽ വെച്ചിട്ട് ആരതി ചെയ്തോളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭാഗവതം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. റെഗുലർലി ഒരു കുറച്ചൊരു സമയം എടുത്ത് നമ്മൾ വായിക്കാനായിട്ട് ശ്രമിക്കും. ഇവന് 10 മിനിറ്റ്സേ വായിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാം. നമുക്ക് ഭഗവാന്റെ ഒരു മേഴ്സി അതിനകത്ത് എപ്പോഴും നമുക്ക് ആ ദിവസം മുഴുവൻ കിട്ടും. ഒരു 5-10 മിനിറ്റെങ്കിലും നമ്മൾ തുടക്കത്തിൽ അത് ചെയ്താൽ മതി. ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് സമയത്ത് വായിക്കും. പ്രഭുപാദ് അതിങ്ങനെ കേൾക്കുമായിരുന്നു. പ്രഭുപാദ് കൊടുത്ത ലെക്ചറുകൾ, ഭാഗവത്തിൽ നിന്നുള്ള ലെക്ചർ കേൾക്കും. നമ്മളിപ്പോൾ ഈ ലെക്ചർ ഞാൻ റെക്കോർഡ് ചെയ്തു, ഇത് ഞാൻ കേൾക്കാൻ പോകുന്നില്ല. നമ്മളത് കേൾക്കത്തില്ല. കാരണം ഇതിനകത്ത് അത്രയും വലിയ കാര്യമൊന്നും ഇല്ല നമുക്കറിയാം. പക്ഷെ പ്രഭുപാദ് ഈ ഒരു ലെക്ചർ എടുത്ത് അത് റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ച് റൂമിൽ വന്നിട്ട് പ്രഭുപാദ് പ്ലേ ചെയ്ത് കേൾക്കും.
ബുക്ക് വായിക്കുക. അപ്പം അതിന് വളരെ ഉത്സാഹത്തോടെ എന്തായാലും അടുത്തെന്നുള്ളത്. ഇപ്പം നമ്മളൊരു ബുക്ക് എഴുതിയാൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അടുത്ത സെൻറ്റൻസ് എന്താണെന്ന് നമുക്ക് അറിയാൻ. പക്ഷെ പ്രഭുപാദ് ഈ ശിഷ്യന്മാരെ കൃഷ്ണ ബുക്ക് വായിക്കുമ്പോൾ അടുത്തതെന്താണെന്നുള്ള ഉത്സാഹം പ്രഭുപാദുണ്ട്. കാരണം അത് ഭഗവാൻ ഡിക്റ്റേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഭഗവാൻ പ്രഭുപാദിലൂടെ നമുക്ക് നൽകിയ കാര്യങ്ങൾ. നമുക്ക് ഭാഗവതങ്ങൾ ചിലർ വാങ്ങിക്കുന്നുണ്ട്, ചിലർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഭഗവാനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരേ ഏറ്റവും വഴി കുറച്ച് നേരം വായിക്കുക എന്നുള്ളത്. ഡെയിലി വായിക്കുക. അതുകൊണ്ടാണ് പ്രഭുപാദ് ആ ഒരു ഇത് വരാൻ വേണ്ടി പണ്ട് ഈ 1971 ഒരുപാട് ഡിവോട്ടീസും ഒരുപാട് ഹിപ്പീസും ടെമ്പിളിൽ ജോയിൻ ചെയ്യുകയായിരുന്നു. ഇപ്പം രാവിലെ മുടിയൊക്കെ നീട്ടി വളർത്തി വന്നിട്ട് വൈദ്യുതി മുട്ടടിച്ച് ശരിയടിച്ച് നിൽക്കുന്ന ആൾക്കാരായിരുന്നു വന്നിട്ടുള്ളത്. അങ്ങനെയായിരുന്നു. ഭയങ്കര ടേണോവറാണ് ടെമ്പിളിൽ ആൾക്കാർ. ഇപ്പോൾ പ്രഭുപാദ് നോക്കിയപ്പോൾ പലർക്കും ഈ തത്വത്തെക്കുറിച്ചൊന്നും അറിയുന്നില്ല. അപ്പോഴാണ് പ്രഭുപാദ് ഒരു ഫേമസ് ലെറ്റർ എഴുതിയത്. നമ്മൾ പാലിൽ ഇങ്ങനെ പാല് വീണ്ടും വീണ്ടും ഒഴിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും പാല് കുറുകരുത്. അതുകൊണ്ട് നമ്മൾ അത് കുറുക്കണമെങ്കിൽ നമ്മൾ ഉള്ളതിനെ നല്ല പോലെ ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്ത് വീണ്ടും വീണ്ടും പാലൊഴിച്ചാൽ ഒരിക്കലും അത് കുറുകരുത്. അത് ആ സമയത്താണ് പ്രഭുപാദ് മോർണിംഗ് ശ്രീമദ് ഭാഗവത ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഈ തുളസിയാരത്തിയിലാണ്, പിന്നെ തുളസിയാരത്തി കൊണ്ടുവന്നു. ഇത് കണ്ടിട്ടാണ് ഒരുപാട് ആൾക്കാർ വന്ന് ജോയിൻ ചെയ്തു. പക്ഷെ അവർക്ക് തത്വമൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് ശ്രീമദ് ഭാഗവത ക്ലാസ് തുടങ്ങാനായിട്ട് പ്രഭുപാദ്. നമുക്ക് ചിലപ്പോൾ ഈ ടെമ്പിളിൽ വന്ന് മോർണിംഗ് ഭാഗവത ക്ലാസ് അറ്റൻഡ് ചെയ്യപ്പെടണമെന്നില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ രാവിലെ നമ്മൾ ജപിച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ശ്രീമദ് ഭാഗവതമായി ഭഗവാനുള്ള കൂടെയുണ്ട്, പ്രഭുപാദ് കൂടെയുണ്ട് എന്നുള്ളത് നമുക്ക് ആ ദിവസം നമുക്ക് എല്ലാവരും കൺസിഡർ ചെയ്യണമെന്ന് വേണ്ടതായിട്ട് എന്തെങ്കിലും അതിനെക്കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ശ്രീമദ് ഭാഗവതം കി ജയ്, ശ്രീമദ് പ്രഭുപാദ് കി ജയ്, ശ്രീമദ് പ്രഭുപാദ് സന്യാസ വിധി കി ജയ്, ഭദ്ര